സിനിമയിലെ നായകൻ അതിപ്പോ എത്ര ശക്തനായാലും അയാൾക്കൊരു വീഴ്ച ഉണ്ടാവുന്ന, ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവുന്ന, ഒരു ഇമോഷണൽ ആർക്ക് ഉണ്ടാക്കുന്നതിൽ പ്രധാനിയാണ് പത്മകുമാർ എന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ഉയരനും അങ്ങനെ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ ഗംഭീര അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങളായ ബൈചേട്ടൻ, ശ്രുതി, വിനോദ് സാഗർ എന്നിവർ കൂടിയാണ് ഈ ഒരു അഭിമുഖത്തിൽ ചേരുന്നത്. മൂവി വേൾഡ് മീഡിയയോടൊപ്പം. നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഒരു പോറിംഗ് റിവ്യൂസ് വരുന്നു. ആളുകൾക്ക് പണ്ടത്തെ വർഗം കണ്ട പോലെ, അല്ലെങ്കിൽ ഷിക്കാർ കണ്ട പോലെ, ജോസഫ് കണ്ട പോലെയൊക്കെ ആ കഥാപാത്രത്തിന് ഒരു നിസ്സഹായാവസ്ഥയും കൂടി ഉണ്ട്. അതിനെ അയാളുടെ ഒരു പേഴ്സണൽ ഓവർകം കൂടിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂടി ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതൊരു സന്തോഷവാനാണോ? തീർച്ചയായിട്ടും. നമ്മൾ ഒരു സിനിമ നമ്മൾ തുടങ്ങുമ്പോൾ, ഒരു കഥ കേട്ട് നമ്മൾ സിനിമയാക്കാൻ തീരുമാനിച്ച് സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏത് തരം ഓഡിയൻസിലേക്ക് ഇത് എത്തണം, ഏത് രീതിയിൽ എത്തണം നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഫോം ചെയ്യുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും സിനിമയായാലും ആ കൃത്യമായ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ അത് എത്തിച്ചേരുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും. ബൈചേട്ടാ, ഈ നായകനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ നായകന് പലപ്പോഴും ഇങ്ങനെ ബൈചേട്ടൻ കയറി സ്കോർ ചെയ്തു, നായകന് മോളിപ്പോയി, അങ്ങനത്തെ ഉള്ള കമന്റുകളൊക്കെയാണല്ലോ പലപ്പോഴും കേൾക്കുന്നത്. നായകനൊപ്പം കയറി നിന്നു, അല്ലെങ്കിൽ നായകനെ സ്കോർ ചെയ്തു, നായകനെ അങ്ങനെയൊക്കെയുള്ള സംസാരമൊക്കെ ഉണ്ടോ അവിടെ? പിന്നെ നാട്ടിലങ്ങനെ പല കാര്യങ്ങളും ബൈചേട്ടനെ പറ്റി പറയുന്നുണ്ട്. നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം ഇതെപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്, അതായത് നമ്മളെ വിളിക്കുന്നത് ഒരു സീനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ RDXല് മൊത്തത്തില് നായകന്മാരൊക്കെ അങ്ങോട്ട് വിഷമത്തിലിരിക്കുമ്പോൾ സമയത്താണ് ചേട്ടൻ വന്നിട്ട് നൈസായിട്ട് തോക്കെടുത്തിട്ട് എന്നെങ്ങിയെ പൊട്ടിച്ച് കളയെന്ന് പറയുന്നു. അവിടെ മൊത്തം സിനിമ അങ്ങോട്ട് ഗ്രാഫ് പൊങ്ങായിരുന്നു. അതുപോലെ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്, എന്റെ ഏരിയ ഇരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ്. അങ്ങനെ ഒരു ധാരണയുണ്ടോ? ഈ പറ്റുന്ന കഥാപാത്രങ്ങൾക്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഇമേജ് ഉണ്ടല്ലോ. ഇന്ന ആള് ആ റോള് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് കരുതുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗണത്തിൽ എന്നെ പെടുത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ ഇന്ന റോളാണല്ലേ, അപ്പൊ അത് ഇന്ന ആള് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും എന്ന് പറയുന്ന കുറച്ച് റോളുകളുണ്ട്. അതായത് ഇപ്പൊ എന്താണ് പറയേണ്ട, ഒരു നായകന്റെ കൂടെ നിന്ന് നായകന് വേണ്ടി നായകൻ സപ്പോർട്ട് ചെയ്തൊരു ഒരു ക്രൈം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചില റോളിലൊക്കെ എന്നെ പ്രിഫർ ചെയ്യാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ലേ? പ്രധാനപ്പെട്ട രീതി മിസ്സാക്കി. അതാണ് ഉഡായിപ്പ് റോളും നന്നായിട്ട് ചേരും. ഉഡായിപ്പ് ചെയ്യാൻ, അത് സ്ക്രീനിൽ ചെയ്യാൻ, കഥകൾ പറയാൻ. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കല്ലോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പേര് നുണക്കുടി ഒരു ഉഡായിപ്പ് ചെയ്യൽ അല്ലേ? അതെ, നല്ല രസമുള്ള റോളായിരുന്നു. പണ്ടത്തെ പോലെ ഒരു കുടുംബത്തെ മൊത്തമൊക്കെ പറ്റിച്ച് വേറെ പേരിലും വേറെ ആളിലും, അതായത് ആൾമാറാട്ടം ചുമട്ട് തൊഴിലാളിയാണ്, പക്ഷെ കോട്ട് സൂട്ടിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അന്ന് അത് എഴുതാൻ കുറെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പൊ അങ്ങനത്തെ സിനിമകൾ എഴുതാൻ, ആ ജോണറുള്ള സിനിമകൾ എഴുതാനുള്ള ആൾക്കാരില്ല. അതാണ് ഈ ഒരു പ്രേംചേട്ടന്റെ ലൈനിലെ ഒരു പടങ്ങളുണ്ട്, കൺഫ്യൂഷൻ കോമഡി, അതൊന്നും എഴുതാൻ ആളില്ല ഇപ്പൊ. അതാണ് ശ്രുതി. നമ്മുടെ ശ്രുതി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ഫാഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാളൊക്കെ ആയിട്ടാണ് കാണുന്നത്, വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിലൊക്കെ. പക്ഷെ ശ്രുതിക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഈ ഉയർന്ന വേഷം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഷൈനുമായിട്ട് ചെയ്തിട്ടുള്ള ആദ്യ സിനിമ, ആ സിനിമയും അതിലത്തെ വേഷമായാലും ശരി ഒക്കെ നാടനായിട്ടുള്ള റോളിലേക്ക് ട്രാൻസിഷൻ ആവാൻ പറ്റും. ഇതിനൊരു മെന്റൽ പ്രോസസ് ഉണ്ട്. അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരാളാണ്, അപ്പൊ അയാൾ ഇങ്ങനെയായിരിക്കും, അയാളുടെ ബോഡി ലാംഗ്വേജ്, ഇങ്ങനത്തെ വസ്ത്രങ്ങളായിരിക്കും അവർ ധരിക്കുക, അല്ലെങ്കിൽ അവരിങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക. അങ്ങനെ ഒരു ഇന്റേണൽ പ്രോസസ് ഉണ്ടോ മനസ്സിൽ? തീർച്ചയായിട്ടും. അത് എങ്ങനത്തെ ക്യാരക്ടർ ആയാലും അത് തീർച്ചയായിട്ടും ഒരു ഇന്റേണൽ പ്രോസസ് ഉണ്ട്. പക്ഷേ ശോഭയുടെ ക്യാരക്ടർ എനിക്ക് അത്ര ഞാനൊന്നും ബുദ്ധിമുട്ടില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് വളരെ നന്നായിട്ടൊരു നല്ല ബൗണ്ടറി എനിക്ക് തന്നിട്ടുണ്ട്. പപ്പേട്ടൻ തന്നു, പിന്നെ നമ്മുടെ റൈറ്റേഴ്സ് തന്നു. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. അവർ പറഞ്ഞു ഇങ്ങനെയാണ് റെഫറൻസ്. അതിൻ്റെ ശേഷമുള്ള ആക്ടേഴ്സ് പ്രോസസ്സ് അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഇൻഡിവിജ്വലായ ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷേ ഈ ക്യാരക്ടറിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ്സ് ഏത് ക്യാരക്ടർ കൈകാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബിസൈഡ്സ് ദാറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുള്ളി റിട്ടൺ. വളരെ കോംപ്ലെക്സ് ആയ ക്യാരക്ടറാണ്. അതെല്ലാം എനിക്ക് എഴുതി തന്നതാ. ബുദ്ധിമുട്ടിയത് റൈറ്റേഴ്സും ഡയറക്ടറാണ്. വിനോദ്, ഞാൻ പണ്ടൊരു അഭിമുഖത്തിൽ വായിച്ചിട്ടുണ്ട്, അത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതായത് വിനോദ് ഈ ഓഡീഷൻസിലൊക്കെ പോകുമല്ലോ വേഷങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പൊ ഒരു ഇമോഷണൽ സീൻ ചെയ്ത് കാണിക്കണമെങ്കിൽ ആ റെഫറൻസ് ആയിട്ട് എടുത്തിരുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും അഭിനയിച്ച് കാണിച്ചിരുന്നത് ഉത്തമനിലെ ജയറാമേട്ടൻ പപ്പായ മരത്തിന്റെ സീക്വൻസ് ആണ് എന്നുള്ളതാണ്. ഇൻഫർമേഷൻ കറക്റ്റ് ആണല്ലോ. അപ്പൊ ചെയ്യുന്നതൊക്കെയും തമിഴ് സിനിമകളും
തമിഴിലെ പ്രധാനപ്പെട്ട വില്ലൻ റോളുകളൊക്കെ ആണല്ലോ. Yes. അപ്പൊ എങ്ങനെയാ ഇങ്ങനെ ഒരു ഇമോഷണൽ സീൻ തന്നെ ചൂസ് ചെയ്ത് പെർഫോം ചെയ്യാൻ കാരണം എന്താ? അതായത് ഇപ്പൊ ഈ കാലം എന്ന് പറയുന്നത് ഒന്നില്ല, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തമിഴിൽ അങ്ങനെ ആ തമിഴിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചതിൽ ആ ഓഡിഷനും ഒരു പാർട്ടാണ് ഇനീഷ്യൽ ഡേയ്സിൽ. ആ. സോ ഇനീഷ്യൽ ഡേയ്സിൽ എല്ലാവരും ഒരു ഓഡിഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം. എന്തിനാ അവർ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലേ. വൈ ഐ എം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് എന്റെ ഓഡിഷൻ ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മളത് കൊടുത്താലല്ലേ ഡയറക്ടറിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഞാൻ എടുക്കുമ്പോൾ വലിയതായിട്ട് എമോഷണൽ ആയിട്ട് വരുമ്പോൾ ജയറാമേട്ടന്റെ ഉത്തമന്റെ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ അടുത്ത് പറയുന്നില്ല, അമ്മയും അച്ഛനില്ലാതെ കുട്ടിയാലും അങ്ങനെ പറയുന്നത്. ആ ഇല്ല, ഇപ്പൊ അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാകും. പിന്നെ നമ്മള് ബ്ലാക്കില് മമ്മൂക്ക പറയത്തില്ലേ, അമ്മരെല്ലാം മിണ്ടാതിരിക്കാൻ പറ, പിന്നെ നാളെ എന്റെ അടുത്ത് വന്ന് എന്റെ തോക്കിന് ലൈസൻസ് ഉണ്ടോ കത്തിക്ക് റെസിപ്റ്റ് ഉണ്ടോ എല്ലാം ചോദിക്കാൻ പാടില്ലെന്ന് പറയത്തില്ലേ. സോ ഇതെല്ലാം ഞാൻ തമിഴിലാക്കും. തമിഴിലാക്കുമ്പോ பசங்களெல்லாம் ஒழுங்கா இருக்கு சொல்லு, அப்புறம் நாளைக்கு வந்து என்கிட்ட துப்பாக்கி லைசன்ஸ் இருக்கா கத்திக்கு ரெசிப்ட் இருக்கா எல்லாம் கேட்க வேணாம், போட்டு போயினே இருப்பேன். സോ ഇങ്ങനെ സോ ഇത് ഒരു ചെറിയ ഒരു എന്റെ പണിക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു ഇംപ്രവൈസർ, വേറെ ഒന്നുമില്ല. ബൈചേട്ടാ, ഇതിനകത്ത് ട്രെയിലറിനകത്ത് ഒരു ഉപദേശം മോഡൽ ഒരു കാര്യം പറയുന്നുണ്ട് ബൈചേട്ടന്റെ കഥാപാത്രം. ഇതൊക്കെ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ട് തോന്നുന്നതാണ്, ഈ ഇപ്പൊ യൂണിഫോം ഇട്ടിട്ടല്ലേ ഉള്ളൂ, അതിന്റെ ഒരു ചോരത്തിളപ്പിൽ തോന്നുന്നതാണ് എന്നുള്ളത്. ഇപ്പോ നമ്മളൊരു 20 തൊട്ട് 30 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നത് ഈ ഉപദേശങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ വേണം ജീവിക്കാൻ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ സിനിമയിൽ കയറിയിട്ട് ബൈചേട്ടൻ്റെ ഒരു പ്രൈം ഏരിയ ഉണ്ടായിരുന്നല്ലോ, പ്രധാനപ്പെട്ട ഈ മുകേഷ് സിനിമകൾ അങ്ങനെ മൊത്തം കത്തി നിൽക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും അധികം സ്വീകരിച്ചിട്ടുള്ള ഉപദേശം എന്താ, ഒട്ടും സ്വീകരിക്കാത്ത ഉപദേശം എന്താ? അന്ന് എന്നെ ഉപദേശിക്കായിരുന്നു നെടുമുടി വേണുചേട്ടൻ. സിനിമയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, സിനിമയിലുള്ള മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ എന്നെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. വേണുചേട്ടനാണ് എന്നെ ഉപദേശിച്ചിട്ടുള്ളൂ. ഞാൻ ആകെ വേണുചേട്ടൻ പറയുന്ന ഉപദേശം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും എന്നെ അങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല. പിന്നെ വേറെന്താണ് ചോദിച്ചത്? ഒരിക്കലും സ്വീകരിക്കാത്ത ആളുകൾ എപ്പോഴും പറയുകയും എന്നാൽ ഒട്ടും സ്വീകരിക്കുകയും ചെയ്യാത്ത. സ്വീകരിക്കാൻ എനിക്ക് പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല. ഒരാളിനോട് എനിക്ക് മനസ്സിൽ ഇഷ്ടമില്ലാത്ത ഒരാളിനോട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം നടിച്ച് എനിക്ക് പെരുമാറാൻ അറിയില്ല. അത് ഞാൻ സ്വീകരിക്കില്ല. ഞാൻ എന്താണോ അതുപോലെ ഞാൻ ജീവിക്കുള്ളൂ. അല്ലാതെ ഞാൻ എന്നെ മാറ്റി ഞാൻ വേറൊരാളാക്കി അത് കുറച്ചുകൂടെ ഒക്കെ എന്നെ ബെറ്ററായി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവർ ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി. അവരെ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു ദ്രോഹം ചെയ്യുക അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുക അത് ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ബൈചേട്ടാ, ഈ ബൈചേട്ടനെ വെച്ചുകൊണ്ടുള്ള ഈ കഥകൾ ഉണ്ടാക്കുമല്ലോ കൂട്ടുകാര്, അത് എല്ലാ സമയത്തും നമുക്ക് ബൈചേട്ടൻ ആ ഒരു സ്പേസിൽ ഇമാജിൻ ചെയ്യുമ്പോ കറക്റ്റ് എന്നെ വെച്ച് കഥകളൊന്നുമില്ല. എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. കൂട്ടുകാരങ്ങനെ കഥകളൊന്നും ഉണ്ടാക്കില്ല. എന്തിനാ കഥ ഉണ്ടാക്കും? അല്ലാതെ തന്നെ റിയൽ കാര്യങ്ങൾ ഒരുപാട് കിടക്കില്ല. പിന്നെ കഥ എന്തിനും